അങ്ങനെ രശ്മിനെയും ജാസ്മിൻ വധിച്ചിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം രശ്മിന് ചെറിയൊക്കെ സംശയം വന്നിട്ടുണ്ട് എന്ന് തോന്നും. കാരണം രശ്മിനെ കൊല്ലണം പറഞ്ഞത് ഇങ്ങനെയാണ്. അർജുൻ ബാത്റൂമിൽ പോയി ഇന്ന് ഫോൺ വിളിക്കുന്നു ബിഗ് ബോസിനെ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത രശ്മിനാണ്. ജാസ്മിനെ കൊണ്ട് രശ്മിനെ പ്ലാസ്മ ടിവിയുടെ അടുത്തുള്ള തത്തയുടെ പ്രതിമയിൽ തൊടിയിക്കുക എന്നതാണ് ടാസ്ക്. അങ്ങനെ ജാസ്മിൻ കഷ്ടപ്പെട്ട് രശ്മിനെ ആ ഒരു മൂലയ്ക്കേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. എടി ഞാൻ ഇതുപോലെ ഇല്ലേ, ഞാൻ ഇതുപോലെ ഇല്ലേ, അർജുൻ ഇതുപോലെ ഇല്ലേ എന്നൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഓരോ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അതൊന്നും രശ്മിൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. രശ്മിൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് പന്ത് കളിക്കുകയാണ്. അർജുനും രശ്മിനും അതുപോലെ യമനെയാണെന്ന് തോന്നുന്നു. അവർ മൂന്നുപേരും കൂടെ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ പന്ത് കളിക്കുകയാണ്. അർജുൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രശ്മിനെ. നീ ആ മൂലയ്ക്കേക്ക് നിൽക്കുക, നീ ആ മൂലയ്ക്ക് സൈഡിലേക്ക് നിൽക്കുക. അതിൻ്റെ തൊട്ടടുത്താണ് പ്രതിമ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അർജുൻ അങ്ങനെ പറയുന്നത്. നീ ആ മൂലയ്ക്ക് നിൽക്കുക, ഞങ്ങൾ ഇവിടുന്ന് പന്ത് എറിഞ്ഞ് തരാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ രശ്മി മൂലയ്ക്ക് നിൽക്കുന്നു. അവസാനം രശ്മിനെ കൈ പിടിച്ച് വലിച്ച്, ഇടി നീ ഇങ്ങ് വന്നേ പോകല്ലേ, ഞാൻ വരാം, നിൽക്ക്, ഞാൻ വരാം, ഞാൻ പറയണം നീ കേൾക്കെന്നൊക്കെ പറയുന്നു. അവസാനം രശ്മിനെ തൊടിയിക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. അവസാനം ജാസ്മിൻ രശ്മിൻ്റെ കൈ പിടിച്ച്, ഈ പോകല്ലേ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ച് നൈസായിട്ട് ആ തത്തയുടെ മേളിലൊന്ന് തൊടിയിച്ചിട്ട് വിടുന്നു. അപ്പോഴാണ് ജാസ്മിന് സമാധാനമായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രശ്മിൻ മരിച്ചു എന്ന വാർത്ത ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമുക്കത് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.